ഉണ്ണി ബാലകൃഷ്ണൻ കൂടി ചേരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, ടി.പി. ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഒരു കേസാണ് പെരിയ ഇരട്ടക്കൊലക്കേസ്. പ്രതികൾ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതാണ്. ഇന്നിപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. CPM നേതാക്കൾക്ക് ഉൾപ്പെടെയാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. കുടുംബം പറയുന്നത് വധശിക്ഷ നൽകണമെന്നതായിരുന്നു. പക്ഷേ തീർച്ചയായും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്തണം നമ്മൾ? നോക്കൂ വിനീത, CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ വിധി എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. വിനീത സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ പ്രധാനപ്പെട്ട ചില പ്രവർത്തകർ തന്നെ പ്രതികളായി വന്നൊരു കേസാണിത്. മുൻ MLA, ഉദുമയിലെ മുൻ MLA ആയിട്ടുള്ള KV കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിമാർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ഇവരൊക്കെയാണ് ആദ്യ പ്രതിപട്ടികയിൽ തന്നെ ഉണ്ടായിരുന്നത്. ആ അർത്ഥത്തിൽ CPM-ന് വളരെ ഡയറക്റ്റായി ബന്ധമുണ്ടായിരുന്ന ഒരു കൊലപാതകമാണെന്ന കാര്യത്തിൽ കേരളത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ പ്രതികളെ രക്ഷിക്കാൻ തുടക്കം മുതൽ തന്നെ CPM നേതൃത്വം നൽകുന്ന സർക്കാർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഇത് ലോക്കൽ പോലീസാണ് അന്വേഷിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയുണ്ടായി. ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന മുഹമ്മദ് റഫീഖാണ് ആദ്യം ഈ കേസ് അന്വേഷിച്ചത്. അദ്ദേഹത്തെ ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ വെച്ച് തന്നെ മാറ്റുകയും കോട്ടയത്തേക്ക് സ്ഥലം മാറ്റം കൊടുക്കുകയും മറ്റൊരു ഉദ്യോഗസ്ഥനെ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. പിന്നെ ആ അന്വേഷണ സംഘത്തിൽ തന്നെ ഒരുപാട് ആളുകളെ മാറ്റുകയുണ്ടായി. ഇതെല്ലാം ചെയ്തത് പ്രതികൾക്കെതിരായിട്ടുള്ള തെളിവ് ശേഖരിക്കുന്നതിൽ വീഴ്ച വരുത്തി പ്രതികളെ രക്ഷിക്കാൻ ഉതകും വിധം ഒരു കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി തന്നെയുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരത്തിലൊരു കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആദ്യം തന്നെ ഈ കുറ്റപത്രം റദ്ദാക്കിയത്. കുറ്റപത്രം റദ്ദാക്കുക എന്ന് പറയുന്ന അത്യപൂർവമായ നടപടിയിലേക്ക് കേരള ഹൈക്കോടതി പോകുന്നതാണ് ഈ കേസിൽ നമ്മൾ കണ്ടത്. അന്ന് ജഡ്ജി ചോദിച്ചത് CPM നേതാക്കൾ പറഞ്ഞു തരുന്നതിനനുസരിച്ച് കുറ്റപത്രം എഴുതിക്കൊണ്ടുവന്നിരിക്കുകയാണോ എന്നാണ്. ആ അർത്ഥത്തിൽ കോടതി ശക്തമായ വിമർശനങ്ങൾ വന്ന് ഉന്നയിച്ചിരുന്നു. എന്ന് മാത്രവുമല്ല, പേരിയ ഇരട്ട കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം സിംഗിൾ ജഡ്ജി അന്ന് തന്നെ CBIയുടെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അതിനെതിരായിട്ട് CPM-ന്റെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നതാണ് കണ്ടത്. ഡിവിഷൻ ബെഞ്ച് കുറ്റപത്രം റദ്ദാക്കിയ നടപടി കുറ്റപത്രം പുനഃസ്ഥാപിച്ചെങ്കിലും CBI അന്വേഷണം വേണമെന്ന് തന്നെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് സുപ്രീം കോടതിയിൽ ഏറ്റവും വില കൂടിയ അഭിഭാഷകരെ അണിനിരത്തിക്കൊണ്ട് സർക്കാർ ഈ CBIയുടെ അന്വേഷണത്തെ എതിർക്കുന്നതാണ്. എന്തുകൊണ്ടാണ് CBIയുടെ അന്വേഷണത്തെ CPM സർക്കാർ എതിർത്തത്? നിശ്ചയമായും CPM-ന്റെ പ്രവർത്തകരായിട്ടുള്ള പ്രതി ചേർക്കപ്പെട്ട ആളുകൾക്കെതിരായിട്ട് CBI അന്വേഷണം നടത്തിയാൽ കൃത്യമായ തെളിവുകളോടുകൂടി അവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് 1.25 കോടി രൂപ മുടക്കിയാണ് ഏറ്റവും പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരെ കൊണ്ടുവന്ന് സുപ്രീം കോടതിയിൽ CPM ഈ കേസ് ഫൈറ്റ് ചെയ്ത്, സർക്കാർ ഈ കേസ് ഫൈറ്റ് ചെയ്ത്. പക്ഷേ സുപ്രീം കോടതിയും CBI അന്വേഷണം വേണമെന്ന് തന്നെ ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് നോക്കൂ, ക്രൈംബ്രാഞ്ച് 14 പ്രതികളെയാണ് കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിരുന്നതെങ്കിൽ CBI അന്വേഷണത്തിലാണ് 24 പ്രതികളായി ആ നമ്പർ കൂടുന്നത്. ആ അന്വേഷണത്തിലാണ് ഉദുമായി മുൻ MLA ആയിട്ടുള്ള KV കുഞ്ഞിരാമനെ പ്രതി ചേർക്കുന്നത്. അങ്ങനെ CBIയുടെ അന്വേഷണം തെളിവുകൾ കണ്ടെത്തുന്നതിലും അത് ഹാജരാക്കുന്നതിലും വിജയിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിധിക്കാസ്പദമായിട്ടുള്ള കുറ്റപത്രം തന്നെ കോടതിയിൽ സമർപ്പിക്കപ്പെടുന്നത്. അല്ല എങ്കിൽ തെളിവുകൾ, ദുർബലമായ തെളിവുകൾ അണിനിരത്തി പ്രതികൾക്ക് രക്ഷപ്പെടാൻ കഴിയും വിധത്തിലുള്ളൊരു കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയതെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ആ കുറ്റപത്രം റദ്ദാക്കിയത്. പിന്നീട് കുറ്റപത്രം പുനഃസ്ഥാപിച്ചെങ്കിലും CBIയുടെ അന്വേഷണം വേണമെന്ന് കോടതി പറയുന്നത് ആ കുറ്റപത്രത്തിൽ വിശ്വാസം ഡിവിഷൻ ബെഞ്ചിനും ഇല്ലാതിരുന്നതുകൊണ്ടാണ്. സുപ്രീം കോടതിയും CBI അന്വേഷണം വരട്ടെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വലിയ വില കൂടിയ അഭിഭാഷകരെയൊക്കെ അണിനിരത്തി പരമാവധി ഈ കേസ് ഫൈറ്റ് ചെയ്തത്. 6 വർഷങ്ങൾക്ക് ശേഷം ഈ വിധി വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിധി എന്ന് പറയുന്നത് സർക്കാരിന്റെ മുഖത്തേക്കുള്ള അടി തന്നെയാണ്. അത് CPM-ന് രാഷ്ട്രീയമായി ദോഷം ചെയ്യും. നിശ്ചയമായും CPM-ഉം സർക്കാരും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് വന്നിരിക്കുന്ന വിധിക്ക് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിലുള്ള സംശയമില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പാണ് പെരിയയിൽ ഇരട്ട കൊലപാതകം നടക്കുന്നത്. ഫെബ്രുവരി 17 ആ കൊലപാതക സംഭവം നടക്കുന്നത്. ഏപ്രിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാസർഗോഡ് പോലെ വളരെ ശക്തമായിട്ടുള്ള ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള, CPM-ന് സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ അതൊരു വലിയ തരംഗം തന്നെ ഉണ്ടാക്കി രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതേ വിഷയം, പേരിയ ഇരട്ട കൊലപാതകത്തിന്റെ വിഷയം കേരളത്തിലുടനീളം ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കാൻ കോൺഗ്രസിനും സാധിച്ചു. ആ അർത്ഥത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി. ഇപ്പോൾ ഇതാ സർക്കാർ പരമാവധി ശ്രമിച്ചിട്ടും CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പ്രതിചേർക്കപ്പെടുകയും ആ പ്രതികൾക്ക് വലിയ ശിക്ഷ കോടതിയിൽ നിന്ന് വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബക്കാർക്ക് ഈ വിധി അത്ര എന്താ പറയുക, അതിനകത്തൊരു തൃപ്തി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരുടെ മക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്, കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. കൃപേഷും ശരത്ലാലും ഇന്നിപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ അവരെ കൊലപ്പെടുത്തിയ ആളുകൾക്ക് വധശിക്ഷ കിട്ടണമെന്ന് ആ കുടുംബം ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. എന്നാലും പരമാവധി ശിക്ഷ ഇന്നിപ്പോൾ കോടതി നൽകിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. യഥാർത്ഥത്തിൽ CBI കൂട്ടിലടച്ച തത്ത CBI കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും കേരളത്തിലെ പോലീസ് സംവിധാനം ഏതാനും CPM പ്രവർത്തകരെ രക്ഷപ്പെടുത്താൻ നടത്തിയ ശ്രമത്തിന് CBIയുടെ അന്വേഷണം വഴി കിട്ടിയ തിരിച്ചടി എന്ന് പറയുന്നത് അംഗീകരിക്കാതിരിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. ആ അർത്ഥത്തിൽ ഇത് സർക്കാർ
സർക്കാരിനേറ്റ വലിയ തിരിച്ചടിയാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. വിനീത. ശരി, ഉണ്ണി ബാലകൃഷ്ണൻ ഞങ്ങൾ ഡിജിറ്റൽ ഹെഡാണ് വിശദമായി വിലയിരുത്തിയത്. ഏതായാലും പെരിയ ഇരട്ട കൊലപാതകത്തിലാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. CPM നേതാക്കൾക്ക് 5 വർഷം തടവും വിധിച്ചിരിക്കുന്നത്.